മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിന്റെ സായങ്കാലം പ്രായമായ മാതാപിതാക്കൾക്ക് മക്കൾ മധുരിക്കുന്ന അനുഭവം കൊടുക്കുന്ന നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുകയാണ്. ഇന്ന് അതുപോലൊരു കുടുംബത്തെ പരിചയപ്പെടുത്താം. താമരശ്ശേരി രൂപതയിലെ കുപ്പായക്കോട് സെന്റ് ജോസഫ് ഇടവകയിലെ ഒരു കുടുംബമാണ് മുങ്ങൂലയിൽ കുടുംബം. കുടുംബനാഥനായ ഓനച്ചൻ 19 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെങ്കിലും ജീവിത പങ്കാളി ഏലി ഇത് 94ാം ജന്മദിനം ആഘോഷിക്കുന്നു. അവർക്ക് ദൈവം കനിഞ്ഞു നൽകിയ മക്കൾ 10 പേർ. അതിലൊരു മകൻ ചെറുപ്പത്തിലെ മരിച്ചുവെങ്കിലും ബാക്കി 9 പേരെയും ദൈവത്തിനു വേണ്ടി വളർത്തിയ അനുഭവം. അതിൽ 4 പേർ സമർപ്പിത ജീവിതം നയിക്കുന്നു. ഫാദർ ജോർജ് CMI സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ എലിസബത്ത് ആന്ധ്രയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഫാദർ ആൻഡ്രോ താമരശ്ശേരി രൂപതയിലെ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നു. സിസ്റ്റർ എൽസീന SH സഭയിൽ പ്രൊവിൻഷ്യലായി 2 ടേം പൂർത്തിയാക്കി താമരശ്ശേരിയിൽ ഇപ്പോൾ അജപാലന സംബന്ധമായ ജോലിയിൽ മുന്നേറുകയാണ്. ദൈവം നൽകിയ മറ്റൊരു പേരക്കുഞ്ഞ് ഒരു സഹോദരിയായി സിസ്റ്ററായി സമർപ്പിത ജീവിതം നയിക്കുന്നു. അങ്ങനെ ദൈവവിളികളുടെ സമൃദ്ധമായ ഒരു തറവാടാണ് ഈ കുടുംബം. 76 മക്കളുള്ള 5 തലമുറകളിൽപ്പെട്ട വലിയൊരു കുടുംബം. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മൂലയിൽ ഏലിക്കുട്ടിയുടെ ഭവനം. കോഴിക്കോട് ജില്ലയിലെ കായ്പുറത്താണ് ഇവരുടെ ഭവനം. സെയിന്റ് ജോസഫ് ചർച്ച് കുപ്പായക്കോടാണ് ഇവരുടെ ഇടവക ദേവാലയം. മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അമ്മയും അമ്മയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കളും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ളത് ഈ കുടുംബത്തിന്റെ വിളക്കായ അമ്മയാണ്. 93 വയസ്സ് കഴിഞ്ഞ് 94ലേക്ക് പ്രവേശിക്കുന്ന ഈ അമ്മയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിച്ച അമ്മ. ഈ അമ്മയുടെ അനുഭവങ്ങൾ നമുക്ക് തന്നെ ചോദിച്ചറിയാം. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഈ ഇത്രയും വയസ്സിനോടിടയ്ക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ്, സൗഭാഗ്യം എന്താണ്? ഇപ്പോഴും ഈ 9 മക്കളും അതിൻ്റെ മക്കളും കൂടെ വരുമ്പോഴത്തേന് വളരെയധികം സന്തോഷം. പകുതി സുഖേട് പോയ മാതിരിയാ. ഈ നമ്മുടെ കൂടെയുള്ള മക്കളും മരുമക്കളും അവരെല്ലാവരും മക്കള് സ്വന്തം അമ്മയെ എന്നതുപോലെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? അവർ വളരെ കാര്യമായിട്ട് തന്നെയാണ് നോക്കണത്. കുഞ്ഞുങ്ങളും അതുങ്ങളുടെ മക്കൾ പോയച്ചു വന്നാലും വളരെ കാര്യമായിട്ട് വിളിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. ഈ മക്കളും മക്കളും അടങ്ങുന്ന ഈ വലിയൊരു കുടുംബത്തിൻ്റെ അമ്മയായി ഏറെ പ്രചോദനമായി ഈ അമ്മ മാറി. ഇന്ന് ഒത്തിരി സമാധാന സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ആ ബാക്കിയുള്ള മക്കൾ കാണാത്തതുകൊണ്ട് വളരെ വിഷമമുണ്ട്. ഒരാൾ 2 പേര്
അകലെയാണ്. ഒരാൾക്ക് മൂത്തയാൾക്ക് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. മക്കൾ സ്ഥലത്ത് ഇല്ലാത്തത് കൊണ്ട് അവരിപ്പോൾ വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ എല്ലാ മക്കളും നല്ലവരായിട്ട് ജീവിക്കുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമില്ലേ? അതുപോലെ മക്കളെല്ലാവരും അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നു അല്ലേ? ഈ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇവരുടെ പ്രത്യേകതകളോ എന്തെങ്കിലും ജീവിതത്തിൽ സന്തോഷം തോന്നുന്ന അനുഭവം എങ്ങനെയാണ്? സന്തോഷം, നിങ്ങൾ നല്ല ജീവിച്ച് പോണത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. അങ്ങനെ ഒരു സമാധാനം എനിക്ക് കിട്ടുന്നുണ്ട്. തന്നെത്താനെ ഇരിക്കുമ്പോഴത്തേനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് മനസ്സിന് വളരെയധികം വിഷമം എനിക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ അമ്മയ്ക്ക് കുറച്ച് ശ്വാസം മുട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഇന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒരൈശ്വര്യമായി മാർഗദർശിയായി കൂടെ വസിക്കുന്ന അമ്മയുടെ സാന്നിധ്യം മക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ആയിരിക്കണം. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ഒരു കുടുംബം, അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. മക്കൾക്ക് മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറെ സന്തോഷമാണ്. അമ്മച്ചിക്ക് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും മൂത്ത മകളാണ് ഞാൻ. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത്. അന്ന് ഒരു വീടോ വഴിയോ ഒന്നുമില്ലായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ജീവിതം. ഞങ്ങളെ എല്ലാവരെയും ദൈവവിശ്വാസത്തോടെ വളർത്തി എല്ലാവരും അവരെയും വിടേണ്ട ഓരോരുത്തരെ ഓരോ വഴി കൂടി ആക്കി അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ചാച്ചൻ പോയി, ഒരാങ്ങളെയും പോയി. പിന്നെ ബാക്കി എല്ലാം എല്ലാവരും ജീവിച്ചിരിക്കുന്നു. അമ്മച്ചിക്ക് 5 തലമുറ കാണാൻ സാധിച്ചു ഈ ബർത്ത്ഡേ നാളിൽ. എൻ്റെ പേര് അന്നക്കുട്ടി. ഞാൻ ഇവിടുത്തെ 2ാമത്തെ മകളാണ്. എന്നെ മുള്ളൻകുടിയിൽ ജോസഫാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എനിക്ക് 4 മക്കൾ. ഭർത്താവ് മരിച്ചിട്ട് 17 വർഷമായി. എനിക്ക് 4 മക്കൾ, 3 ആണും 1 പെണ്ണും. മൂത്ത മകനാണ് കൂടെ ഉള്ളത്, അവൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ 2ാമത്തെ മകൻ പൂനെയിൽ വർക്ക് ചെയ്യുന്നു, 3ാമത്തെ മകൻ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു, 4ാമത്തെ മകൾ താമരശ്ശേരിയിൽ നേഴ്സിംഗ് ജോലി ചെയ്യുന്നു. ഇത് മൂത്ത മകനാണ്. മൂത്ത മകൻ്റെ ഭാര്യ, എൻ്റെ മകനാണ് ആൽബർട്ട്. അമ്മച്ചി ചാച്ചൻ ഒരു പള്ളിയിലെ കപ്പ്യാരായിരുന്നു. ദിവസവും പിന്നെ ദീപലിയിൽ സംബന്ധിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് പോന്നിട്ടാണേലും ഞങ്ങളെ ഒരാളെ ദിവസവും ദീപലിയിൽ വിടുമായിരുന്നു, പള്ളിയിൽ വിടുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പനുണ്ടായിരുന്നു, അപ്പൻ ദിവസവും പോകുമായിരുന്നു, അപ്പൻ്റെ കൂടെ ഞങ്ങളെയും വിടുമായിരുന്നു. ആ ശീലം ഞങ്ങൾ തന്നെ തുടർന്ന് പോന്നു. പിന്നെ സന്ധ്യ ആകുമ്പം നിർബന്ധമാണ്, സന്ധ്യ ആകുമ്പോൾ കുളിച്ചിട്ട് പ്രാർത്ഥന ചെല്ലണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. ഞാൻ ഇവിടുത്തെ 3ാമത്തെ മകളാണ്. എനിക്ക് 2 കുട്ടി. എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല, ആൻ്റണി എന്ന് പറഞ്ഞത്. പനി ആയതുകൊണ്ട് വരാത്തെ. പിന്നെ മകനും മോളുമാണ്, 2 മക്കളാണ്. മകനും വന്നിട്ടില്ല. എൻ്റെ കൊച്ചുമക്കൾ 2 പേരുണ്ട്. ഇവിടെ ഞാൻ കല്യാണം കഴിക്കുന്നതും മതിയും ചാച്ചനും അമ്മച്ചിയും എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് നടന്നു ജീവിച്ചു. പിന്നെ സന്ധ്യപ്രാർത്ഥന നല്ല ഭക്തിയോട് വിട്ടെൻ്റെ ബില്ല് അതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നു. അമ്മച്ചിയുടെ കൂടെ നല്ല 10-22 ദിവസം കൊല്ലം ജീവിച്ചു. അന്നേരം നല്ല സന്തോഷമായിട്ട് ജീവിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ ഇവിടെ വന്ന് ഇടയ്ക്ക് വരും നിൽക്കുകയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ളതാണ്. നല്ല സന്തോഷത്തോട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അമ്മച്ചിയായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി. ചേച്ചിമാരുണ്ടായിരുന്നു, ചേച്ചിമാരെ കടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനായിരുന്നു ഇവിടെ നയിച്ചത്. അപ്പോൾ അത് കൂടെ എല്ലാ കാര്യങ്ങളിലും പണിയെടുക്കാനും എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു പോയത്. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഈ കുടുംബത്തിലെ 4ാമത്തെ മകനാണ്.
ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നതും ഞാനാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്, 2 പെണ്ണും ഒരാണും. പെൺകുട്ടികൾ ഒരാൾ ദുബായിലും ഒരാൾ ആസ്ട്രേലിയയിലുമാണ്. മകൻ കൂടെയുണ്ട്. മകൻ്റെ ഭാര്യ നീതു, അതിൽ 2 കുട്ടികളുമുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ ജെസ്സി. ഞങ്ങൾ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. പിന്നെ ചാച്ചനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അമ്മയെ ആണെങ്കിലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. നല്ല അവരുടെ ജീവിതകാലം വളരെ സന്തോഷത്തിൽ ഉള്ള ജീവിതമായിരുന്നു. ഞങ്ങൾക്ക് അത് വളരെ മാതൃകയായിരുന്നു. കുരിശ് വരയ്ക്കുക എന്നുള്ള ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഞാൻ ഈ വീട്ടിലെ മരുമോളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി. ഞാൻ അന്ന് വന്നപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം അമ്മച്ചി എനിക്ക് എന്നെ പഠിപ്പിച്ചതും. എനിക്കൊരു കറി വെക്കാൻ പോലും അറിയത്തില്ലായിരുന്നു, പേടിയായിരുന്നു. ഇത് 10 മക്കളുള്ള ഒരു കുടുംബം. ഒരാളെ മരിച്ചു വിട്ടു, ബാക്കി 9 പേരും ഉണ്ടായിരുന്നു. അനിയ സെമിനാരിൽ പോയിട്ട് 1 വർഷമായിരുന്നു. ബാക്കിയെല്ലാം ഒരു കൂടെ ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേരായിരുന്നു സ്കൂളിൽ പഠിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ ഈ വീട് മാനേജ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം നെല്ലും വയലും ഒക്കെയുള്ള അരി പേറ്റാനോ ഒന്നും എനിക്കറിയത്തില്ല. എല്ലാം എന്നെ അമ്മച്ചിയെ പഠിപ്പിച്ചത്. ഇപ്പം ഞാൻ എല്ലാം നന്നായി ചെയ്യും. പിന്നെ ഇവർ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരു വണക്കമാസമൊക്കെ ഞാൻ ഇവിടെ വന്നാണ് പഠിച്ചത്. വണക്കമാസം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ ചാച്ചനതിന് പഠിപ്പിച്ച് അമ്മച്ചി. ഞങ്ങളിപ്പോഴും വണക്കമാസം തുടർന്നുകൊണ്ട് പോകുന്നു. ഒരുമിച്ച് 7 മണിയാകുമ്പോഴത്തേനും കുരിശ് വരയ്ക്കും. അന്നൊക്കെ മുട്ടുകുത്തി കുരിശ് വരയ്ക്കുമായിരുന്നു. ഇപ്പം മുട്ടൊന്നും കുത്താൻ പറ്റില്ല. പിന്നെ അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. പിന്നെ ചാച്ചന് 8 വർഷം രോഗാവസ്ഥയിലായിരുന്നു. അന്ന് ശുശ്രൂഷിക്കാനും ചാച്ചനെ നോക്കാനും ഒക്കെ കിട്ടിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്കും അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്നും ചാച്ചൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കുടുംബം നിലനിന്ന് പോകുന്നത്. ചാച്ച സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എലിസബത്ത്, ഞാൻ സിസ്റ്റേഴ്സ് ഓഫ് റിഡംഷൻ്റെ സഭാംഗമാണ്. നെല്ലൂര്. മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാത്തവരും മുറിവേറ്റതുമായ പെൺകുട്ടികളുടെ മധ്യേ ജോലി ചെയ്യുന്നു. എനിക്ക് ഇന്ന് അമ്മച്ചിയുടെ പിറന്നനാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ചാച്ചനെയും അമ്മച്ചിയെയും ഒത്തിരി ഓർക്കുന്നു. അവരെ ഓർക്കുമ്പം തമ്പുരാനെ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരനുഭവമാണ് എനിക്കുള്ളത്. അവരെനിക്കൊരു അനുഗ്രഹമാണ്, ഒരു വഴികാട്ടിയാണ്. അവരുടെ സ്നേഹവും പ്രാർത്ഥനയും വിട്ടുവീഴ്ചയും ക്ഷമിക്കുന്ന ഗുണവും ഒരുമിച്ച് കൂട്ടുന്ന ഗുണവും അതിന് ഒത്തിരി പ്രചോദനമരുളുന്ന ഒരു അനുഭവമാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ അവരുടെ ജീവിതശൈലിയെ എൻ്റെ കൊച്ചു ജീവിതത്തിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനും. അമ്മച്ചിയുടെ 94ാമത്തെ ജന്മദിനത്തിൽ പങ്കുകൊള്ളുവാൻ ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട്. അമ്മയ്ക്ക് സ്നേഹം നിറഞ്ഞ അനുമോദനങ്ങളും ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് എല്ലാ മക്കളും ഒരുപോലെ എന്നോട് പ്രത്യേക സ്നേഹമാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തിത്വം അമ്മച്ചിക്കുണ്ട്. അമ്മച്ചിക്ക് അതുപോലെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയിരുന്നു ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്മച്ചിയില്ലാതെ ചാച്ചനും, ചാച്ചനില്ലാതെ അമ്മച്ചിയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചാച്ചൻ കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും പ്രതീകമായപ്പോൾ അമ്മച്ചി അതിനോട് സഹകരിച്ച് ആവശ്യവും അത്യാവശ്യവും തിരിച്ചറിഞ്ഞ് അതിൽ അത്യാവശ്യത്തെ ജാഗ്രതയോടെ കണക്കിലെടുത്ത് ജീവിക്കുന്ന മാതൃകയായിരുന്നു അമ്മച്ചിയുടെ. അതായത് കുറച്ചൊക്കെ പിശുക്കി ഞങ്ങളെ വളർത്തി. പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ആ കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തിൽ ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ഈ കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കൈ പോയി മുത്തി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്തുതി ചെല്ലുമായിരുന്നു. അപ്പോൾ ആ ദിവസത്തെ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങളൊക്കെ അതോടെ ഞങ്ങൾ മറന്നു പോകുമായിരുന്നു. എൻ്റെ പേര് ഷൈനി.
അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും 10 മക്കളിൽ 8ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ ഭർത്താവ് ദേവസി. വയനാട്ടിലാണ് എന്നെ കെട്ടിച്ചിരിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ ദീപ്തിയുടെ ഹസ്ബൻഡ് ജോജോ, അവരുടെ കുഞ്ഞുമകൾ എവലിൻ. എൻ്റെ 2ാമത്തെ മകള് വന്നിട്ടില്ല, ഹസ്ബൻഡും വന്നിട്ടില്ല. അമ്മച്ചിയെ പറ്റി പറയുമ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളെ അനുസരണയിലും അച്ചടക്കത്തിലും സ്നേഹത്തിലും പങ്കുവയ്ക്കലിലും ഒത്തിരി തീക്ഷ്ണതമായ വിശ്വാസത്തിലുമാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ആ വിശ്വാസവും ആ സ്നേഹവും ആ സഹകരണവുമാണ് ഇന്നും ഞങ്ങളെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കാരണം. അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും മിച്ചം വെച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. ഭക്ഷണ സാധനത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും എല്ലാത്തിലും വളരെ മിച്ചം വെച്ച്, എത്ര ഇല്ലെങ്കിലും അതിൽ ഒന്നുകൂടി മാറ്റിവെച്ച് അമ്മച്ചി ഞങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മച്ചിക്ക് ഇത് വേണമെങ്കിൽ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കാമായിരുന്നു, എങ്കിലും അതിൻ്റെ അകത്തുനിന്ന് മിച്ചം വെച്ച് വളർത്തുന്ന ഒരു ശീലം ഞങ്ങൾ വളർത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലതുപോലെ ഇന്നും ഇത്ര വിശ്വാസത്തിലും ഇത്ര പങ്കുവെക്കലിലും ഇത്ര സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നത്. അതുപോലെ തന്നെ അമ്മച്ചിയെ കാണുമ്പോഴൊക്കെ അമ്മച്ചി രാത്രി ഞങ്ങളൊക്കെ കടന്നാലും അമ്മച്ചി എണീറ്റിരുന്ന് കൊന്ത ചൊല്ലി അമ്മ കിടക്കും. ഒപ്പം തന്നെ ഞങ്ങൾ എണീക്കുമ്പോഴും അമ്മച്ചി എണീറ്റിരുന്ന് കൊന്ത ചൊല്ലുന്ന ഒരു അവസരമാണ് അമ്മച്ചി കണ്ടിട്ടുള്ളത്. എൻ്റെ പേര് ഫാദർ ആൻഡോ ജോൺ മൂലയിൽ. ഞാൻ താമരശ്ശേരി രൂപതയിലെ മരുതോങ്കര ഫൊറോന പള്ളിയിലെ വികാരിയാണ്. മൂലയിൽ കുടുംബത്തിലെ 10 മക്കളിൽ 9ാമത്തെ ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന എൻ്റെ ദൈവവിശ്വാസത്തിൽ എന്നെ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച പുണ്യപ്പെട്ട സ്ഥലമാണ് എൻ്റെ ഈ ഭവനം. മാതാപിതാക്കൾ ഞങ്ങൾക്ക് എന്നും ഒരു ഊർജവും പ്രചോദനവും മാതൃകയും ഒക്കെയായിരുന്നു. ദാരിദ്ര്യ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈശോയെ നൽകുന്നതിൽ അവർക്ക് ഒരിക്കലും കുറവ് വരുത്തിയിരുന്നില്ല. ചാച്ചനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നെങ്കിലും മക്കളെ വളരെ സ്നേഹത്തോടെ കരുതലോടെ ദൈവവിശ്വാസത്തിലും ധാർമ്മിക മൂല്യങ്ങളും വളർത്തുന്നതിൽ എപ്പോഴും ബദ്ധശ്രദ്ധരായിരുന്നു. പ്രിയപ്പെട്ട ചാച്ചനും അമ്മച്ചിയും വളരെ സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നതാണ് എൻ്റെ അനുഭവം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ എൽസീന ജോൺ SH, ത്രിഹൃദയ സന്യാസിനി സമൂഹം താമരശ്ശേരി സാന്തോം പ്രോവിൻസിലെ സിസ്റ്ററാണ്. ഞാൻ ഈ മൂലയിൽ കുടുംബത്തിലെ 10ാമത്തെ മകളാണ്. ഞങ്ങൾ സാധാരണ ഒരു കർഷക കുടുംബം. ചാച്ചനും അമ്മയും നല്ല ആഴമായ വിശ്വാസത്തിൽ വേരൂന്നി വളർന്ന ഒരു പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത്. അതിന്നും ഞാൻ സിസ്റ്ററായിട്ട് 32 വർഷമായി. ഇന്നും എൻ്റെ ജീവിതത്തിൽ പല മേഖലയിലൂടെ കടന്നു പോയപ്പോഴും ആഴമായ വിശ്വാസം വീട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനും പ്രത്യേകിച്ച് ഈശോയുടെ ത്രിഹൃദയത്തിൽ എപ്പോഴും അഭയം തേടുവാനുള്ള നല്ല ഒരു മാതൃക ചാച്ചനും അമ്മയും സഹോദരങ്ങളും കാണിച്ചു തന്നതുകൊണ്ടും എനിക്കെൻ്റെ ജീവിതത്തിന് ഒത്തിരിയേറെ സംതൃപ്തിയാണ്. ചാച്ചൻ്റെ വലിയ കരുതലുള്ള സത്യസന്ധമായ നിസ്വാർത്ഥമായ ആ സ്നേഹവും മൂല്യങ്ങളെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു ജീവിതവും വളരെ എളിമയുള്ള ഒരു ജീവിതവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത് 4 വയസ്സ് കഴിഞ്ഞ് 5-ാം വയസ്സ് തൊട്ട് ചാച്ചൻ്റെ അമ്മച്ചിൻ്റെയും മുറിയിലാണ് കടന്നിരുന്നത്. അപ്പോൾ രാവിലെ ഒരു നേരത്തെ എഴുന്നേൽക്കുന്നു, പശുവിനെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നു, പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നു, പിന്നെ പ്രാർത്ഥന, പള്ളിയിൽ പോക്ക്, ഇതൊക്കെയാണ് എനിക്കുള്ള ഓർമ്മകൾ ചെറുപ്പത്തിലുള്ള. അപ്പോൾ അമ്മേനെ പറ്റിയൊരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40 വർഷം മുമ്പ്, അതായത് ഇവൾക്ക് 40 വയസ്സായി. അതായത് ഇവള് ജനിച്ച സമയത്ത്, അതായത് വയനാട്ടിലുള്ള വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇവള് ജനിച്ചത്. അന്ന് അമ്മയും വല്യമ്മയും എൻ്റെ ചാച്ചനോട് കൂടി എൻ്റെ അമ്മയുടെ അടുത്ത് ഇവളെ കാണാൻ വേണ്ടി
സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ പോകുന്ന അവസരത്തിൽ എട്ടാം വളവിൽ വെച്ച് കോടമഞ്ഞ് കാരണം ബസ് നിന്നുപോയി. അങ്ങനെ അമ്മയും വല്യമ്മയും എൻ്റെ ചാച്ചനും കൂടി ഈ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവളെ കാണാൻ വേണ്ടി എൻ്റെ അമ്മേനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആ ചുരം നടന്ന് താലൂക്ക് ആശുപത്രിയിലെത്തി. ഞാൻ 8ാം ക്ലാസ്സിൽ ഇവിടെയാണ് പഠിച്ചത്. കാരണം എൻ്റെ വീട് വയനാട്ടിലാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ ഇവിടെയാണ് പഠിച്ചത്. ആ സമയത്ത് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് അമ്മച്ചി രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതും രാത്രി കുരിശ് വരയ്ക്കുന്നതും, നമ്മൾ മടി കാണിക്കുമ്പോൾ അമ്മച്ചി നമ്മളോട് പറയുകയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാലേ നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുറേ ഓർമ്മകളാണ് എനിക്കുള്ളത്. പ്രാർത്ഥന, രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കണം, രാത്രി പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥനയിൽ അശ്രദ്ധ കൂടാതെ ഇരിക്കണം. ഇതൊക്കെയാണ് അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഞാൻ ഈ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് വന്ന മോളാണ്. എൻ്റെ വീട്ടിൽ ഇത്രയും ആൾക്കാരൊന്നും ഇല്ലാത്ത വീടാണ്. വളരെ ചെറിയൊരു അണുകുടുംബമാണ്. എനിക്കൊരു സഹോദരനും അപ്പച്ചനും അമ്മയും അവിടെ ഒരു അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വീട്ടിലേക്ക് വന്നപ്പം ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒത്തിരി എല്ലാവരുടെയും ഒരു വീടാണ്. ഭയങ്കര സന്തോഷവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒത്തിരി സ്നേഹത്തോടെ പോകുന്ന ഒരു വീടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ വീട്ടിലേക്ക് ഞാൻ വന്നു കയറിയതിൽ. അതിൽ ഈശ്വരനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മക്കളോടും ഭയങ്കര സ്നേഹത്തിൽ മാത്രമേ നമ്മൾ സംസാരിക്കും. ഒന്നും ദേഷ്യപ്പെട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ അമ്മച്ചിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അമ്മച്ചി വീട്ടിലെ എല്ലാ പണിയും ചെയ്യാൻ കൂടും. മമ്മീനെ സഹായിക്കും. അടുക്കളയിലും അമ്മച്ചി നന്നായിട്ട് കട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് തരും. അമ്മച്ചി കുറച്ച് നാളത്തേക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിന്നായിരുന്നു. അമ്മച്ചീൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം എനിക്ക് കിട്ടിയായിരുന്നു. എനിക്കും എൻ്റെ കുറച്ച് കസിൻസും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം ക്രിസ്ത്യൻ നിഷ്ഠതയോടെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നേരാനേരത്തിന് ഭക്ഷണം കഴിക്കലും ഒരുമിച്ചിരുന്നുള്ള കുരിശുവരെയും എല്ലാം ഒരേപോലെ നല്ല കൃത്യനിഷ്ഠതയോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുപ്പായക്കോട് സെന്റ് ജോസഫ് പള്ളി ഇടവക വികാരി ജെയിംസ് കുഴിമറ്റം അച്ഛൻ ഒരു നല്ല ഇടയനാണ്. ആടുകളുടെ മനസ്സറിയുന്ന, ആടുകളുടെ ഒപ്പം നീങ്ങുന്ന, അവർക്ക് മുമ്പേ നീങ്ങുന്ന ഒരു നല്ല വൈദികൻ. ആ അച്ഛൻ ഈ മൂലയിൽ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം. 1965-കളിലാണ് മൂലയിൽ കുടുംബം ഈ കുപ്പായക്കോട് പ്രദേശത്തേക്ക് കുടിയേറി പാർത്തത്. കുടിയേറ്റത്തിൻ്റെ ബാലാരിഷ്ടതകളെല്ലാം പിന്നിട്ട് ഇന്ന് ഒരു ഉത്തമ മാതൃകാ കുടുംബമായിട്ട് ഈ കുടുംബം നിലകൊള്ളുന്നു. പ്രിയപ്പെട്ട ഏലി അമ്മച്ചിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും എപ്പോഴും പ്രസന്നതയും പ്രത്യാശയും നിറഞ്ഞ ഒരു ജീവിതമാണ്. ഒരു പരിഭവമോ ആകുലതയോ അപ്രകാരമുള്ള ഒരു മനോഭാവം ഇല്ലാതെ എപ്പോഴും ശാന്തതയോടുകൂടി പ്രസന്നതയോടുകൂടി ആയിരിക്കുകയും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുന്ന ഒരു അമ്മച്ചിയാണ് എപ്പോഴും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിലാണ് ഈ അമ്മ എല്ലാ മക്കളെയും വളർത്തിയത്. ഒന്നിച്ചുള്ള പ്രാർത്ഥന അത് അമ്മയ്ക്ക് നിർബന്ധമായി. തന്ത്രികൾ മീട്ടും സംഗീതം കുടുംബം ഒരു മനോഹര ഗാനം. ഒന്നിച്ചുള്ള തീന്മേശയിലെ വിരുന്ന് ഇവരുടെ ഐക്യത്തെ ദൃഢമാക്കുന്നു. ഇതാണ് മൂലയിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ 94ാമത് ജന്മദിനമാണിത്. അമ്മച്ചിക്ക് ആശംസകൾ നൽകുവാനായി പൂച്ചെണ്ട് നൽകുവാനായിട്ട് കുഞ്ഞുമക്കളെ ക്ഷണിക്കുന്നു.
ഇന്നത്തെ തലമുറ മറന്നു പോകുന്ന രണ്ട് പ്രധാന വ്യക്തികളാണ് മാതാപിതാക്കന്മാർ. അവർക്ക് പ്രായമാകുമ്പോൾ മക്കൾ ഏത് രീതിയിൽ അവരെ കാണണം, കരുതണം എന്ന ഒരു നല്ല സന്ദേശം കാണ്ടുവ രൂപതയുടെ മെത്രാൻ അഭിവന്യ അഗസ്റ്റിൻ മടത്തിക്കുന്നേൽ പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അവരെ ബഹുമാനിക്കുവിൻ. ഭൂമിയിൽ നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും നിങ്ങൾ അവരെ ബഹുമാനിക്കുവിൻ. വചനമാണിത്. നമുക്ക് ജന്മം തന്ന, നമ്മളെ നാമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നത് ന്യായയുക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കന്മാര് അവർ നമുക്ക് ജന്മം നൽകി നമുക്ക് വേണ്ടി ജീവൻ പൂർണ്ണമായി ത്യജിച്ചു. ദുഃഖവും സന്തോഷവും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ത്യജിച്ചത്. അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അവരുടെ സന്തോഷം നമ്മുടെ ഉന്നമനമായിരുന്നു, മക്കളുടെ ഉന്നമനമായിരുന്നു. മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്. മാതാപിതാക്കളെ കുടുംബത്തിന്റെ നെയ്ത്തിരിയായി പ്രകാശമായി കാണുക, അവരോടൊപ്പം ജീവിക്കുക, അവർക്ക് സ്വാതന്ത്ര്യമാവുക, അവർക്ക് സഹായകമാവുക. അവരുടെ സന്തോഷം നമ്മുടെ കുടുംബത്തിന്റെ പ്രകാശമായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, എന്തൊരു സന്തോഷമുള്ള ഒരു നല്ല അനുഗ്രഹീത കുടുംബം. അതിൻ്റെ നാഥ, ഈ കുടുംബത്തിന്റെ വിളക്കായ ഈ അമ്മ, 94-ാം ജന്മദിനം ആഘോഷിക്കുന്ന അമ്മ, 76 മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടക്കം 76 പേരുള്ള ഒരു വലിയ കുടുംബത്തിന്റെ വിളക്കായി പ്രശോഭിക്കുന്ന അമ്മ. എന്തൊരു സന്തോഷമുള്ള അനുഭവം. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. വാസ്തവത്തിൽ 10 മക്കളെ ദൈവം കൊടുത്തു. ആ മക്കളെല്ലാവരും, അതിലൊരാള് ചെറുപ്പത്തിലെ മരിച്ചുവെങ്കിലും ബാക്കി 9 പേരും അനുഗ്രഹമായി, സമ്മാനമായി ഈ കുടുംബത്തിൽ നിലനിൽക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്വം മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളുടെ കഠിനാധ്വാനം, എല്ലാ സങ്കടങ്ങളിലും ഒപ്പം നിൽക്കുന്ന അമ്മ, മക്കളെ പ്രതി സകലതും ത്യജിക്കുന്ന ഒരു പിതാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം നമുക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളെ നാമാക്കി മാറ്റിയ, നമ്മൾ ചെറുപ്പത്തിൽ നിസ്സഹായരായിരുന്നപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം, നമ്മിലൂടെ മാതാപിതാക്കൾ സന്തോഷിക്കുന്ന അനുഭവം, അതാണ് ഏറ്റവും വലിയൊരു സമ്പാദ്യം. ഈ കുടുംബത്തിന്റെ കൃപ അവിടെയാണ്. 76 പേരടങ്ങുന്ന ഈ വലിയ കുടുംബത്തിന്റെ നാഥയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും പേരക്കുഞ്ഞുങ്ങൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ
9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.